ഏർക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് നമ്മളിവിടെ ഒരു ഗാർഡേനിയ കൺവെൻഷൻ സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 6 മാസത്തിനിടയ്ക്ക് ബുക്കിംഗ് എടുക്കുന്നവർക്ക് നമ്മൾ ചെറുതായിട്ടൊരു ഓഫർ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ഗ്രൗണ്ട് നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഓഡിറ്റോറിയം അല്ലാതെ ഈ ഗ്രൗണ്ട് നമ്മൾ ഓപ്പൺ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സിബിഷനോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. വർക്കലയുടെയും കല്ലമ്പലത്തിന്റെയും മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഞെക്കാട് ജംഗ്ഷനിൽ ആഘോഷങ്ങളുടെ ഒത്തുചേരലിന് പുതിയ രൂപവും ഭാവവും നൽകി ഗാർഡേനിയ കൺവെൻഷൻ സെന്റർ നാടിനായി സമർപ്പിച്ചു. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം കുട്ടികളാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് അങ്ങനെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്. ഒരു അവസരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്, എങ്കിലും മോന് പങ്കെടുക്കാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്. കുട്ടികളാണ്, കുട്ടിയല്ലേ? റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് അങ്ങനെ 3 പ്രാവശ്യം സ്പീഡിൽ. ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയം എല്ലാ നൂതന സാങ്കേതിക വിദ്യകളാലും സമ്പന്നമായ ഗാർഡേനിയ കൺവെൻഷൻ സെന്ററിൽ 1600-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഫുള്ളി എയർ കണ്ടീഷനോടുകൂടിയ മെയിൻ ഹാളും 700 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഡൈനിംഗ് ഹാളും നിങ്ങൾക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. കൂടാതെ 800 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മിനി ഹാളും ഏതുതരം ഇവന്റുകളും പ്രോഗ്രാമുകളും നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗണ്ട് സിസ്റ്റവും മറ്റ് ആധുനിക സൌകര്യങ്ങളും ഗാർഡേനിയ കൺവെൻഷൻ സെന്ററിന്റെ മാത്രം പ്രത്യേകതയാണ്. 1000-ൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ തന്നെ വിപുലമായ പാർക്കിംഗ് സംവിധാനമാണ് ഗാർഡേനിയ കൺവെൻഷൻ സെന്ററിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. ഗാർഡേനിയ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA വി ജോയ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബെറിൽ, അതുപോലെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീന, ശ്രീമതി ബീന, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീ മണിലാൽ, ശ്രീ ഷീന, ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ കാന്തിലാൽ, നമുക്ക് ഈ സംരംഭം ഇവിടെ ഒരുക്കി തന്ന പ്രിയപ്പെട്ട ശ്രീ വിനോദിൻ്റെ പ്രിയപ്പെട്ട മകൾ നന്ദന,
പ്രസാദൻ അടക്കം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ശ്രീ വിനോദ് തൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ സമാഹരിക്കപ്പെട്ട ഒരു വലിയ തുക മുതൽ മുടക്കിയാണ് ഗാർഡനിയ എന്ന പേരിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇത്ര വലിയ ഒരു ഓഡിറ്റോറിയം മറ്റൊരു സ്ഥലത്തും ഇല്ല. അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ ഫംഗ്ഷൻ നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു ഓഡിറ്റോറിയവും അതിനോടനുബന്ധിച്ച് തന്നെ 1000-ഓളം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാളും അടക്കം സജ്ജീകരിച്ചിരിക്കുന്നത്. വർക്കലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും നിരവധി ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണിത്. അങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യസ്തതകളുള്ള ഒരു നാടാണ് വർക്കല. ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും, അത് വിവാഹങ്ങളാകട്ടെ, വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളാകട്ടെ, മറ്റു സാംസ്കാരിക പരിപാടികളാകട്ടെ, എല്ലാം ഇത്തരം ഹാളുകൾക്കുള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഒരു 1500-1600 ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലയിൽ ഗാർഡനിയ ഏറ്റവും വലിയ ഒരു ഹാളായി നമുക്ക് ശ്രീ വിനോദ് സമ്മാനിച്ചിരിക്കുകയാണ്. മലയാളികളുടെ പ്രത്യേകത, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ആർഭാടപരമായിട്ടുള്ള കാര്യങ്ങൾ സമ്പത്തുള്ളവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഫംഗ്ഷനുകളെല്ലാം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. പുറത്തും വിവിധ ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്പേസ് പുറത്തുമെല്ലാം ഉണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മുഖച്ഛായ മാറുന്ന തരത്തിലാണ് ഞെക്കാട് ജംഗ്ഷനിൽ ഈ ഗാർഡനിയ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിശ്ചയമായിട്ടും ഈ പരിപാടി അല്ലെങ്കിൽ ഈ സംരംഭം ഈ നാടിന് തന്നെ ഏറ്റവും നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണ്. ഇത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ച് ശ്രീ വിനോദിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കും, പേര് ഷിബു അടക്കമുള്ള എല്ലാ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കും ഈ അവസരത്തിൽ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വർക്കല അയിരൂർ സ്വദേശി വിനോദാണ് കൺവെൻഷൻ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ. വർക്കല MLA വി ജോയ്ക്കൊപ്പം മാനേജിംഗ് ഡയറക്ടർ വിനോദിന്റെ മകൾ നന്ദന വിനോദും ചേർന്ന് നാടമുറിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്ലേബാക്ക് സിംഗർ അക്ബർ ഖാന്റെ മ്യൂസിക് ഷോ, TV ആർട്ടിസ്റ്റ് പ്രദീപ് പ്രഭാകർ, ബിജോയ് ബാഹുലേയൻ, ജഗ്ലിംഗ് ആർട്ടിസ്റ്റ് ബാബുലാൽ, സുരേഷ് പ്രണവ് എന്നിവരുടെ സ്റ്റേജ് ഷോയും വേദിയിൽ അരങ്ങേറി.
ഞെക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് നമ്മളിവിടെ ഒരു ഗാർഡേനിയ കൺവെൻഷൻ സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1600ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന AC ഹാളും 700ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മിനി AC ഹാളും നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം 700ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡൈനിങ് ഹാളും ഇതിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 1000+ പാർക്കിംഗ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഫംഗ്ഷനും നമുക്ക് മാനേജ് ചെയ്യത്തക്ക രീതിയിലാണ്. ഇത്രയും ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതും. 100% അഫോർഡബിൾ ആയിരിക്കും. നമ്മൾ ഇത്രയും ഫെസിലിറ്റീസ് കൊടുത്തെങ്കിലും മിതമായ നിരക്കിൽ തന്നെയാണ് നമുക്ക് ഈവൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോഴ് ബുക്കിംഗ് ഒരു 6 മാസത്തിനിടയ്ക്ക് ബുക്കിംഗ് എടുക്കുന്നവർക്ക് നമ്മൾ ചെറുതായിട്ടൊരു ഓഫർ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്കും കൂടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഏരിയയിൽ തന്നെ ഒരു സമൂഹത്തിൽ തന്നെ ഒരു വലിയ ഒരു സംരംഭമാക്കി സഹകരിച്ച ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളൊരു നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ നമ്മൾ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത്രയും ഒരു വലിയ ഹ്യൂജ് ആയിട്ടൊരു പ്രോപ്പർട്ടിയും ഹ്യൂജ് ആയിട്ടൊരു ബിൽഡിങ്ങുമാണ്. അതൊരു പക്ഷേ ഒരു നാണ്ട മുഖച്ഛായ മാറ്റി. അതെ, അത് ഉറപ്പായിട്ടും അത് പറയാന്ന് വെച്ചാൽ അത് എന്ത് പറയാൻ, ആദ്യം ഒരു ചെറിയ സംരംഭമായിട്ട് വന്നു. അതിനെ ഈ ലെവലിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ അത് ഇപ്പം നമുക്ക് അഭിമാനം തോന്നുന്നു. ഈ സംരംഭം ഇങ്ങനെ വന്നതിൽ, അല്ലെങ്കിൽ ഈ ജനങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക സന്തോഷം വരുന്നു. അതിന് ഫുൾ സപ്പോർട്ടായി വിനോദ് ഉൾപ്പെടെ നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുണ്ട്. ആരാണ് ഇതിന്റെ ഓണേഴ്സ് ഒക്കെ? ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ വിനോദാണ്. നമ്മളൊരു മാനേജ്മെന്റ് ബേസിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന രീതിയിൽ ആൾക്കാർക്ക് ഏത് സമയത്തും നമ്മളെ സമീപിക്കാം. ഏത് ഈ ഓപ്പൺ ഗ്രൗണ്ട് നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഓഡിറ്റോറിയം അല്ലാതെ ഈ ഗ്രൗണ്ട് നമ്മൾ ഓപ്പൺ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സിബിഷനോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാരെങ്കിലും സമീപിച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. എങ്ങനെ സദ്യാലയത്തിന്റെ കപ്പാസിറ്റി? സത്യാലയം 700 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സത്യാലയമാണ് ഇപ്പോൾ സജ്ജീകരിക്കുന്നത്. കപ്പാസിറ്റി സീറ്റ് 1600 പേർക്ക് ഇരിക്കാം. മിനി ഹാള് 700 പേർക്ക് ഇരിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അനുഗ്രഹമാണ് ഈ നാട്. 100% നാട്ടുകാർക്കും അതിനനുസരിച്ച് സപ്പോർട്ട് നമ്മളുടെ ഉണ്ട്. ഇപ്പോഴും ഈ വരുന്നവരും എല്ലാവരും നമ്മളടുത്ത് പറയുന്നത് വെച്ചാൽ ഇങ്ങനൊരു സംരംഭം ഈ ഞെക്കാട് എന്ന സ്ഥലത്ത് കൊണ്ടുവന്നതിൽ നമ്മുടെ അടുത്ത് വളരെ അധികം ആൾക്കാർ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.